ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി ആണ്. ഇപ്പം നെല്ലിക്കയുടെയൊക്കെ സീസൺ ആണല്ലോ. അപ്പം നമുക്ക് നോമ്പുമാണ്. അപ്പം നോമ്പ് സമയത്ത് നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി ആണ്. അപ്പോൾ ഇത് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാനും അതിന് പൂപ്പലൊന്നും വരാതെ ഫംഗസ് ഒന്നും പറ്റാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരണേ കൂട്ടുകാരെ. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന് ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നത് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് പുഴുങ്ങി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചാറിടാൻ വേണ്ടി ഞാനൊരു പാൻ അടപ്പേ വെച്ചിട്ടുണ്ട്. പാനിനകത്ത് ഒരു 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിനകത്തോട്ട് ഒരു കഷ്ണം കായം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ച് എടുക്കാം. എൻ്റെ കൈ പൊടിക്കായം ഇല്ലായിരുന്നു, കട്ടക്കായമാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് ആ എണ്ണയിലൂടിട്ട് മൂപ്പിച്ച് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 8-10 വെളുത്തുള്ളി കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം അതിനകത്തിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കാം. കൂടെ തന്നെ ഒരു 2 തണ്ട് കരിയാപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൊവ്വിനെ അതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴട്ടി പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം. ഇപ്പം പൊടികളൊക്കെ ഏകദേശം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇപ്പം ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളമോ ഒഴിച്ചു കൊടുത്ത് ചൊവ്വിനെ ഇതൊന്ന് തിളപ്പിച്ച് എടുക്കാം. ആ കട്ടക്കായമൊക്കെ ഒന്ന് ഉരുകാനും ഈ പൊടികളൊക്കെ ഒന്ന് ഇതാവാനും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ സത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കാം. ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് ഇവിടെ നമ്മുടെ കായമൊക്കെ ഉരുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഇതിന് പൂപ്പൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂണോളം വിനാഗിരി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതും കൂടെ ഒന്ന് കിടന്നൊന്ന് തിളയ്ക്കട്ടെ, ചൊവ്വിനെ ഇളക്കി. കൂടെ തന്നെ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അച്ചാറിന് ആവശ്യമായ. എന്നിട്ട് ഞാൻ കുരുവെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നെല്ലിക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൊവ്വിനെ അരപ്പുമായി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ല ഒരു അച്ചാറാണ്. ഇപ്പം നമുക്ക് നൊയമ്പൊക്കെ ആണല്ലോ, നൊയമ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു അച്ചാറാണ് ഇത്. ആരോഗ്യകരവുമാണ്. തോനെ ഞാൻ എണ്ണ ചേർത്തിട്ടില്ല, തോനെയും ആണെങ്കിൽ വിനാഗിരി ചേർത്തിട്ടില്ല. എല്ലാം ആവശ്യത്തിന് ചേർത്ത് എടുത്തേത്.
എന്നാൽ ഇത് പൂത്തു പോവുകയോ ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ഇത് ഞാൻ അതിന് എന്തെങ്കിലും വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ആ നെല്ലിക്കയും കൂടി ഇട്ട് അരപ്പെല്ലാം ആ നെല്ലിക്കയ്ക്കകത്തൊന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ഇച്ചിരി നേരം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ച് എടുക്കുകയാണ്. ഉപ്പും എരിയൊക്കെ പിടിക്കാനും എല്ലാം അതിൻ്റെ ആ സത്തൊക്കെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും കായത്തിൻ്റെ എല്ലാം സത്തൊക്കെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്ത് ഇടാം. അപ്പോൾ ഓഫൊക്കെ ചെയ്ത് തണുത്ത് താണ്ടേ നല്ല കുഴമ്പ് രൂപത്തിൽ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ നെല്ലിക്ക അച്ചാർ. ഇത് നമുക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോളം ഒക്കെ നമുക്കിത് പുറത്ത് വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ടെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അവിടെ ഇരുന്നോളും, പൂത്തൊന്നും പോത്തില്ല. ഉണങ്ങിയ സ്പൂൺ ഇട്ടെടുക്കണമെന്നേ ഉള്ളൂ. പുറത്ത് വെക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നനഞ്ഞ സ്പൂൺ ഇട്ടെടുക്കരുത്, ഉണങ്ങിയ സ്പൂൺ ഇട്ടെടുക്കണമെന്നേ ഉള്ളൂ. ഫ്രിഡ്ജിലാണെങ്കിലും അങ്ങനെ തന്നെ സൂക്ഷിച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. ഒരു പൂപ്പോ ഒന്നും പിടിക്കത്തില്ല ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.